തൃശൂർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയ യുവാവ് മരിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ്. മരിച്ച സനീഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെ ആരോപണ വിധേയരായ ഡോക്ടർമാരെ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. സബ് കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകിയതോടെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കൾ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അമ്മേനെ പെണ്ണിനെ നോക്കില്ല, അനിയനെ നോക്കില്ല, അവ തിരിഞ്ഞോക്കിയില്ല. ഞാൻ സങ്കടം കൊണ്ട് ഉള്ളിലൊതുക്കേ ഓടി ചാടി പോന. ഹെർണിയ ശസ്ത്രക്രിയയ്ക്കായി ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സനീഷ് കുമാർ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര പിഴവാണെന്നാണ് ആരോപണം. മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമുണ്ടായില്ല. സ്വന്തം വണ്ടി ഓടിച്ചാണ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ചേട്ടൻ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ നിലപാടെടുത്തു. വിവിധ രാഷ്ട്രീയ നേതാക്കളും SC/ST കമ്മീഷൻ അംഗം VK വാസുവും ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കൾ പിന്മാറാൻ തയ്യാറായില്ല. ഇതിനു പിന്നാലെ ചർച്ചയ്ക്കെത്തിയ തൃശൂർ തഹസിൽദാർ, DMO എന്നിവരും സമവായത്തിന് ശ്രമിച്ചു. പ്രതിഷേധത്തിനിടെ സനീഷിന്റെ അനിയൻ സിനോജ് കുഴഞ്ഞു വീണു. മണിക്കൂറുകളോളം പ്രതിഷേധം തുടർന്നതോടെ സനീഷിന്റെ ബന്ധുക്കളെ ആരോഗ്യമന്ത്രി വീണ ജോർജും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഫോണിൽ ബന്ധപ്പെട്ടു. ഒടുവിൽ സബ് കളക്ടർ നേരിട്ടെത്തി ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ബന്ധുക്കൾ തയ്യാറായത്. ഫാമിലിയുടെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായിട്ടും അഡ്ഹിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തീരുമാനം DMOയുടെ തലത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സൂപ്പർവിഷനും ഈ ഒരു കാര്യത്തിൽ നടത്തുന്നതായിരിക്കും. സനീഷിന്റെ മരണത്തിൽ ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ ഉറപ്പ്. തൃശൂർ DMO ഡോക്ടർ രാധികയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ വിദഗ്ധ സമിതി നാളെ ചാലക്കുടി താലൂക്ക് ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും മൊഴിയെടുക്കും. നാളെ രാവിലെ ചാലക്കുടി കുറ്റിച്ചിറയിലെ വീടിനോട് ചേർന്ന ശ്മശാനത്തിൽ സനീഷിന്റെ മൃതദേഹം സംസ്കരിക്കും. ന്യൂസ് മലയാളം, തൃശൂർ.